നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെയെങ്കിലും വെച്ചൊക്കെ നമ്മളെ കണ്ടെന്നിരിക്കും. ആരും കാണാതെ ഒരു പുഞ്ചിരിയെങ്കിലും എനിക്ക് തരണം വിഷ്ണുട്ട. എന്റെ ഒരു ആശ്വാസത്തിന്. വല്ലവളെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനെ കെട്ടുമ്പോ 10 അല്ല ഒരു 16 എങ്കിലും കഴിപ്പിക്കണം. അവളവന്റെ മനസ്സിൽ നിന്ന് പോയാലല്ലേ നിനക്ക് അവിടെ ഒന്ന് കേറാൻ പറ്റൂ. അതിനാ കാർത്തികേ, എന്താ അവിടെ? ഒന്നുമില്ല സത്യമേ. നിങ്ങൾ വന്നേ. ഭാവി അമ്മായിമ്മ തേനൂർന്ന് വിളിക്കുന്നു. ചെന്ന് അത് കാണ്. നിന്റെയും വിഷ്ണുവിന്റെയും കെട്ടുകാഴ്ചയുടെ ഫ്ലെക്സാ. ചെല്ല്. തൽക്കാലം രക്ഷപ്പെട്ടു. കണ്ട ഇത് കണ്ട? ക്ഷേത്ര കമ്മിറ്റിക്കാർ വെക്കുന്നത് അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന എല്ലാ കല്യാണത്തിനും അവരിങ്ങനെ വെക്കാറുണ്ട്. നന്നായിട്ടില്ലേ? ഇതൊക്കെ ചെയ്യാൻ അമ്മയുടെ ആരാ പറഞ്ഞേ? മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, പൂമാല ഇടിപ്പിച്ച് ബാൻഡ് വേള കേട്ട് ഒരു ഘോഷയാത്ര ഇങ്ങോട്ട് നടത്തായിരുന്നില്ലേ? എടാ ഇതിവിടെ ഇവര് ചെയ്യുന്നതാ, ഞാൻ പറഞ്ഞു ചെയ്യിച്ചതൊന്നുമല്ല. ഇനിയിപ്പോ ഇവിടെ ഇതുപോലെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഇനിയുള്ള ചടങ്ങുകളൊക്കെ അങ്ങ് മണ്ഡപത്തില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ ആ രസീത് ഒന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ. അതെ, രസീത് വേണമായിരുന്നു. ശരി എന്നാ. ഓക്കെ. നമസ്കാരം, ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. എന്താ മാഡം? എനിക്ക് ഒരാളെ തിരക്കാനുണ്ട്. അയാളുടെ പേരൊന്ന് വിളിച്ച് പറയാമോ? അതിനെന്താ മാഡം, പറയാലോ. എന്താ അയാളുടെ പേര്? ഹർഷൻ. ഇവിടെ എവിടെയോ ആളുണ്ട്, ഞാൻ കണ്ടതാ. അപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണല്ലേ? ഹർഷൻ എന്ന പേരുള്ള ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ കമ്മിറ്റി ഓഫീസിലേക്ക് വരേണ്ടതാണ്. ഹർഷൻ എന്ന പേരുള്ള ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വരേണ്ടതാണ്. ഹർഷൻ, നിന്റെ കാമുകന് മാത്രമാണ് ഹർഷൻ എന്ന പേരുള്ളത്, വേറെ ഹർഷന്മാരൊന്നുമില്ലേ? കാർത്തികേ, നീ ആ പേര് ആദ്യം നിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചുകളാ. അവളിപ്പം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നടക്കില്ല. ഹർഷനെ നീ കാണില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നത് മധുശ്രീയ. നീ എങ്ങനെയൊക്കെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ഈശ്വരന്റെ കടാക്ഷം ഇന്നെനിക്ക് വേണ്ടുവോളം ഉള്ളപ്പോ ഒരു പണി നടക്കില്ലെന്റെ മോളെ. അല്ല മധുശ്രീ, അത് നിന്റെ ഹർഷനൊന്നും ആയിരിക്കില്ലെന്ന്. ആള് വരികയാണെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒന്ന് അറിയിക്കാവോ? ശരി മാഡം, നമ്പർ എന്ന് പറയും മാഡം.
ഒരുപാട് ഓടുന്നുണ്ടെന്നറിയാം. ഓടാതെ പറ്റില്ലല്ലോ വിഷ്ണുവേട്ട. അവസാനായിട്ടുള്ള ശ്രമം. എടോ, ഞാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിലും നഷ്ടങ്ങളെല്ലാം എനിക്കായിരുന്നല്ലോ. നഷ്ടപ്പെടുന്നതും എനിക്ക് തന്നെ. അപ്പൊ എനിക്ക് സങ്കടമില്ലെന്നാണോ താൻ പറയുന്നത്? മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് കാണിക്കുന്ന പരിഗണന എന്റെ സങ്കടങ്ങൾക്ക് വിഷ്ണുവേട്ടൻ കാണിക്കുന്നില്ല. ഞാൻ എന്റെ സങ്കടങ്ങള് എന്നോട് തന്നെയല്ലേ പറയാറ്. അത് വിഷ്ണുവേട്ടൻ കേൾക്കണമെന്ന് പോലും ഞാൻ പറയാറില്ല. വിഷ്ണുവേട്ട, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഉത്തരം പറയരുത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ വിഷ്ണുവേട്ടന്റെ കൂടെ കൂട്ടണമെന്ന് വിഷ്ണുവേട്ടൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടോ? ചേർത്ത് നിർത്തണമെന്ന് ഉണ്ടോ? അപ്പൊ താൻ എന്നെ അങ്ങനെയൊക്കെ ഇനി നമുക്ക് ഒന്നിക്കണമെങ്കിൽ ഈശ്വരൻ എന്തെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാ വന്നത്. ഇതിന് മനസ്സുകൊണ്ട് കൂട്ടു നിൽക്കരുതെന്ന് പറയാനും. പക്ഷെ ഇവിടെ വന്നപ്പോ ഹർഷനെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നു. ഹർഷൻ ആ പ്രതീക്ഷയില വിഷ്ണുവേട്ട ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന. പക്ഷെ അതിന്നത്തെ 12:30 ശുഭമുഹൂർത്തത്തിൽ അവസാനിക്കും. പിന്നെ വിഷ്ണുവേട്ടന് വിഷ്ണുവേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇതിനിടയിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ നമ്മളെ കണ്ടെന്നിരിക്കും. ആരും കാണാതെ ഒരു പുഞ്ചിരിയെങ്കിലും എനിക്ക് തരണം വിഷ്ണുവേട്ട. എന്റെ ഒരു ആശ്വാസത്തിന് എന്റെ പാതി എന്റെ ഒപ്പം ഉണ്ടെന്ന് എന്റെ മനസ്സിനെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.